CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനമുയർന്നു. പയ്യന്നൂരിൽ ഉൾപ്പെടെ സംഘടനാ നടപടിയിലൂടെ തിരുത്തൽ വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം സംവിധാനം ഒരുക്കുന്നതാണ് നല്ലതെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശം. പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് ചേരുന്നു തത്സമയം. പറയൂ പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിംഗ് യോഗമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നടക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം KK ശൈലജയുടെ സാന്നിധ്യത്തിലാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിവ്യൂ റിപ്പോർട്ടിംഗ് ചെയ്തത്. അതേ തുടർന്നുള്ള ചർച്ചയിലാണ് വീണ്ടും കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി ഉൾപ്പെടെ ചേർന്നപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന അടക്കമുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. സമാനമായ ഒരു വിമർശനം കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായി എന്നുള്ളതാണ്. അതായത് പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന ഒരു വിലയിരുത്തലുണ്ട്. അത് ജനങ്ങളോട് വിശദീകരിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ ചില അംഗങ്ങൾ പറഞ്ഞത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം സംവിധാനം ഒരുക്കുന്നത് തന്നെയാണ് നല്ലത്. പയ്യന്നൂരിലടക്കം സംഘടനാ നടപടിയിലൂടെ തിരുത്തൽ വരുത്താൻ തയ്യാറാകണം. തളിപ്പറമ്പിൽ തെറ്റുപറ്റി എന്ന വിലയിരുത്തൽ അണികളോട് വിശദീകരിക്കണം. നേതൃത്വത്തിന്റെ ശൈലി മാറുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം തുടങ്ങി വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട തിരുത്തൽ വൈകിപ്പോയി എന്ന വിമർശനം ഉൾപ്പെടെ ഇപ്പോഴും നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നടന്ന ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ ബ്രാഞ്ച് യോഗങ്ങളിൽ ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഇപ്പോൾ തെറ്റുപറ്റി എന്ന ഒരു വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വം നടത്തുന്ന ഘട്ടത്തിൽ പോലും കീഴ്ഘടകങ്ങളിൽ അണികൾ അമർഷത്തിലാണ് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.